ഒരു പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ സമയത്ത് ഞാൻ വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കലയ്ക്കൊന്നുമില്ല. ഉമ്മായും മോളും കൂടെ, ഭർത്താവ് ഗൾഫില്, ഉമ്മായും മോളും കൂടെ പോയിട്ട് കലക്കൽ. അങ്ങനെ ഞാൻ മംഗലാപുരത്തൊന്നും കലക്കാനൊന്നും പോയില്ല. ഈ പെണ്ണ് വയറ്റി ചുമന്നുകൊണ്ട് തന്നെ നടന്നു. 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. കഴുത്ത് ഞെരിച്ചു കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നിട്ട് സുറുക്കയുടെ ഭരണിക്കകത്ത് ഉപ്പിലിടാൻ വെച്ചു. അതിനകത്ത് കടന്ന് ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഒന്നും കാണുന്നില്ല, ജ്യൂസ് പോലെയായി. ഉടനെ തന്റെ വീട്ടിൽ വന്നവർക്കൊക്കെ അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുത്തു, പൈസക്ക് വിറ്റു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാ, പടച്ചോനെ, ഇങ്ങനെ ആകാൻ പറ്റും ഒരു പെണ്ണിന്? 18 വയസ്സ്, 18 കൊല്ലം പോറ്റി വളർത്തിയ മോള് കോടതി വെച്ചിട്ട് ജഡ്ജി ചോദിച്ചു, പാപ്പാനെ വേണോ കാമുകനെ വേണോ? കാമുകനെ മതി. ഉമ്മ കാലി പിടിച്ചിട്ട് കരയാ, മോളെ പോകല്ലേടി, നിന്നെ പെറ്റു വളർത്തിയത് ഞാൻ, മോൾ പോകളവി, ഇറങ്ങി പോവാ. എന്നെ ആർക്ക് വേണം? പെറ്റ തള്ളയെ കളഞ്ഞിട്ട് മോള് പോയി. എടാ, സ്വന്തം പാപ്പാനെ തല്ലുന്നു, സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നു. എന്റെ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? കാരണമാ ഞാൻ പറയുന്നേ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പെണ്ണിനോട് ചോദിച്ചു, നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ ഹൃദയം ഇത്രയും കരിങ്കല്ല് പോലെ ആകാനുള്ള കാരണം നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ? ഇത്ര ചോദിച്ചല്ലോ. നീ അസർ നിസ്കരിക്കാറില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, എടാ, എത്ര നന്മ കേട്ടിട്ടും ഹൃദയത്തിൽ കേറാത്തവനെ, നീ അസർ നിസ്കരിക്കാറുണ്ടോ? അസർ നിസ്കരിക്കാത്തവന്റെ ഹൃദയം കഠിനമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, ഹറാമ് കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ച ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ മുത്തുനബി സ്നേഹിക്കുമെന്ന് അനസ് തങ്ങൾ പറഞ്ഞത്. ആ ഒരു നല്ല ഗുണം ജീവിതത്തിൽ ഇന്നു മുതൽ ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 2020 ഒന്നാമത്തെ രാത്രി ഒരു നല്ല നിയ്യത്തെടുക്കും. ഉസ്താദേ, ഇന്നു മുതൽ സെക്സ് കാണൂല, ഇന്നു മുതൽ വൃത്തികേടുകൾ കാണൂല, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഹറാമ് കാണുന്നതിനെ തൊട്ട് എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കും. ഇനി എന്തെങ്കിലും കണ്ടുപോയാൽ ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വർഗത്തിൽ കസേര കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആരൊക്കെ ഈ കൈപൊക്കിയോ ഈ കൈ കൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം ഇന്ന് മുതൽ ഹറാം കാണില്ല, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുമെന്ന് നിയ്യത്ത് ചെയ്ത് കൈപൊക്കിയ ഈ കൈ കൊണ്ട് അല്ലാഹുവേ ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നന്മ തിന്മകൾ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം 11:30 നിർത്താറായോ? പറചങ്ങാതിമാരെ നിർത്താറായോ? പറയണോ നിർത്തണോ? എനിക്ക് 12 മണി വരെ സമയമുണ്ട്. പറയണോ നിർത്തണോ? പറയണം. കൈവക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം കേട്ടാ. ഞാൻ പൈസ ചോദിക്കും, അപ്പോഴിതുപോലെ ആത്മാർത്ഥത കാണിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, റബീഅത്ത് ബിൻ ഹുസൈം റളിയല്ലാഹു തആല അൻഹു, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചരിത്രം പറയുന്നു. അവസാനം ഈ ചെറുപ്പക്കാരന് നടക്കാൻ കഴിയാതെ 2 ആൾക്കാരുടെ ചുമലിൽ ഇങ്ങനെ തോളിൽ കൈവച്ചിട്ട് ഇങ്ങനെ പോവാ, എഴഞ്ഞെഴഞ്ഞ്.
രണ്ട് ആൾക്കാരുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവസാന കാലഘട്ടങ്ങളിൽ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, ലഖദ് റഖസല്ലാഹു ലക, അവിടെ നിന്ന് ചോദിച്ചു, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ർ ചെയ്തിട്ടുണ്ടല്ലോ, വയ്യാത്ത നടന്ന് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത സമയത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാൻ, വീട്ടിൽ നമസ്കരിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ ഇതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത് എന്ന് റബീഅത്ത് ബിൻ ഹുസൈൻ തങ്ങളോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ഹയ്യ അലസ്സലാ, വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുന്നത് കേട്ടാ പിന്നെ എങ്ങനെ പോകാതിരിക്കും? അള്ളാടെ പള്ളിയിൽ നിന്നിട്ട് 5 നേരം പള്ളിയിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടാ എങ്ങനെ പോകാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു ഗുണം, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അതുകൊണ്ടാ മുത്തുനബി സ്നേഹിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. അള്ളാഹുവെ, പള്ളിയുടെ ചാരത്താ വീട് കിടക്കുന്ന 5 നേരം വിളിക്കാറുണ്ട് നിസ്കരിക്കാൻ. ആരാപ്പാ പോവാ? ആരാ നിസ്കരിക്കാൻ പോണത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഒരു വക്കത്തെങ്കിലും നിസ്കരിക്കാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. വണ്ടി പോയ കാര്യം ചോദിച്ചില്ല, നടന്നു പോയവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നടക്കാൻ വയ്യ. പറ്റുമെങ്കിൽ പള്ളിക്കകത്തെങ്ങാണ് മിഹ്റാബിന്റെ അകത്ത് വരെ വണ്ടി കയറി പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറി പോയേനെ. നമുക്ക് നടക്കാൻ വയ്യ. അള്ളാടെ പള്ളിയിലേക്ക് നടക്കാൻ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? വാപ്പായുടെ ചോദിക്കും, വാപ്പ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നില്ലേ ഉസ്താദെ? വേദനയാ ഉസ്താദെ, നടുവേദനയാ ഉസ്താദെ, ഒരു ചുവട്ടടി എനിക്ക് മുന്നോട്ട് വെക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഹാജിയാരെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, ബ്ലോക്ക് ഉണ്ട്, രാവിലെയും വൈകിട്ടും നടന്നില്ലെങ്കിൽ ചാവും. ഡോക്ടർ എന്താ പറയും? കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, രാവിലെയും വൈകിട്ടും കുറച്ചു നേരം നടന്നില്ലെങ്കിൽ എളുപ്പകാലത്ത് തീർന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നടക്കും അല്ലേ? അരച്ചിക്ക്. എടാ, അള്ളാടെ പള്ളി സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഇന്ന് വരെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാത്ത വാപ്പ ഡോക്ടർ പറഞ്ഞു ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് നടക്കും. പെണ്ണുമ്പുള്ള അലാറം വെച്ചിട്ട് വിളിക്കും. ഇന്ന് വരെ സുബഹി നിസ്കരിക്കാൻ വിളിക്കാത്ത പെണ്ണുമ്പുള്ള ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞു നടന്നില്ലെങ്കിൽ മരിച്ചു പോകും, അതുകൊണ്ട് ഭർത്താവിനെ നടത്തിപ്പിക്കണമെന്ന് ഭാര്യയോട് ഡോക്ടർ പറഞ്ഞു കൊടുത്ത രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറയും, വാ നമുക്ക് നടക്കാൻ പോകാം. ഭാര്യ പറയും, നമുക്ക് നടക്കാൻ പോകാം. പേടിയാണോ? ഞാൻ കൂടെ വരാം. ഭർത്താവ് രാവിലെ നിങ്ങൾ വെളുപ്പാൻ കാലത്ത് 5 മണിക്ക് 5:30ക്ക് 6 മണിക്കൊക്കെ നോക്കിയ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവും നടക്കുന്നത് കാണാം. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ ഒരു കമ്പും പിടിച്ചോണ്ട് പുറകെ നടക്കും. നായി വന്ന തല്ലാൻ. ആലോചിക്കേ, ഇതാടാ ആലോചിക്ക്. അല്ല പറഞ്ഞ് നടക്കട 5 നേരം പള്ളിയിലേക്ക്. സഹോദര, പള്ളി നടന്നു പോയാൽ കിട്ടുന്ന പ്രതിഫലറിയോ? അള്ളാടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഞാൻ നിർത്തുകയാ. നരകത്തിന്റെ മുകളിലൂടെ അള്ള ഒരു പാലം കെട്ടിയിട്ടുണ്ട്, സിറാത്ത് എന്ന പാലം. ഈ പാലം കടന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി സിറാത്ത് എന്ന് പറയുന്ന പാലമാണ്. ഈ പാലത്തിന്റെ മുകളിലൂടെ അല്ലാതെ പോകാൻ ഒരു വഴിയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ്വ എണ്ണവും അതിന്റെ മുകളിൽ കയറിയേ പറ്റും. സിറാജാണെങ്കിലും മോഡിയാണെങ്കിലും അതിന്റെ മോടി കേറിയേ പറ്റും. എല്ലാരും ആ പാലത്തിന്റെ മുകളിൽ കൂടെ കേറിയേ പോകാൻ പറ്റും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, അസ്വിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ള ഒരു മുടിയെടുത്ത് 7ആയിട്ട് ഇങ്ങനെ വിഹിതം വെച്ചു. 7ആയിട്ട് ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് ഒരു അംശം ഇങ്ങനെ എടുത്തു നോക്കണം എത്രയുണ്ടെന്ന്. ഇതുപോലെ നേർമയാ, മുടി പോലെ അതുപോലെ നേർമയുള്ളതാ സിറാത്ത് എന്ന പാലം. വല്ലാത്ത ഇരുളും വല്ലാത്ത വഴുവഴുപ്പും വല്ലാത്ത നീളമായി പാലത്തിന്. നമ്മൾ ഇന്ന് വരെ 1 കിലോമീറ്റർ നീളമുള്ള പാലമൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന് 50,000 കൊല്ലം കയറ്റം ഇറക്കം നിരപ്പ്, അങ്ങനെ കയറ്റം നിരപ്പ് ഇറക്കം 50,000 കൊല്ലം 70,000 കൊല്ലം എന്നൊക്കെ ചരിത്രം പറയുന്നു. അപ്പൊ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ നീളം കോടാനി 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 കോടി കൊല്ലം നടന്നാലും ഈ സിറാത്ത് പാലം തീരൂല, അത്രയ്ക്ക് നീളമാണ്. കാരണം അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്.
അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 വർഷം. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാൽ തീരാത്ത നീളമുള്ള ഈ പാലത്തിൽ കൂടെ നമ്മൾ എന്ന് സ്വർഗത്തിൽ പോകാനാ? അപ്പൊ സ്വഹാബത്ത് അവിടെ നിന്ന് ചോദിച്ചപ്പോ മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാര് ഒരു ചുവട്ടടി വെക്കുമ്പോ കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി. ഒരു കാലെടുത്ത് വെച്ചാൽ മതി, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റ കാൽ ചുവട്ടിൽ അങ്ങ് പോകും. ഇതുപോലെ നടന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. 7 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നുപോയ അവന്റെ കാല് സിറാത്തിൽ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഒരു ചുവട്ടടി വെക്കുമ്പോ തന്നെ കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി, 4 ചുവട്ടടി വെച്ചാൽ മതി സ്വർഗത്തിൽ പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാൽ ചുവട്, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടക്കുന്ന കാല്, അത് നാളെ സിറാത്ത് പെട്ടെന്ന് കടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയാ, വാപ്പാ വണ്ടി പൊക്കോ വേണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ പള്ളിയുടെ മുന്നിലെത്താറാകുമ്പോ മക്കളോട് പറയണം, വണ്ടി നിർത്ത്, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ. എന്നിട്ട് നിന്റെ കാല് കൊണ്ട് നീ പതുക്കെ നടന്ന് പള്ളിക്കകത്ത് കയറി നിസ്കരിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഉസ്താദെ ഞാൻ പള്ളിയിൽ പോകുമ്പോ നടന്നുപോയി നിസ്കരിക്കും, ഒരു വഖത്തെങ്കിലും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കേ. പള്ളി പോകുന്നവരല്ലേ കൈ പൊക്കേണ്ടത്, നിസ്കരിക്കാത്തവൻ എന്ത് പൊക്കാറില്ലേപ്പാ, പള്ളി കയറാത്തവൻ എന്ത് പൊക്കാൻ. എന്റെ പ്രിയപ്പെട്ടവര് ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദ് എന്തിനാ ഉസ്താദ് ഈ 5 വഖത്ത് നിസ്കരിക്കണേ, വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ അല്ലേ, എന്തിനാ ഈ 5 വഖത്ത് പള്ളിയിൽ പോണേ? ചെകന്നൂര് ചോദിച്ചോ അല്ലേ, എന്തിനാ ഉസ്താദ് 5 വഖത്തൊക്കെ പോണേ? അത് ഈ പ്രായമുള്ള വാപ്പമാർക്കൊക്കെ നമ്മള് അടിച്ചു പൊളിച്ച് യുവത്വമല്ലേ, യൂത്ത്, അങ്ങനെ യുവത്വം അല്ലേ, അങ്ങനെ നടക്കേണ്ടവരല്ലേ ഉസ്താദ്, ഞങ്ങളൊക്കെ ഇപ്പോഴേ പോണം, അതൊക്കെ പ്രായമാകണം. ഈ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നത്, ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? നിസ്കാരം ഒന്നല്ലോ പറയണേ, എക്സസൈസ് തന്നെ. ഇന്നത്തെ പുതിയ തലമുറ ചോദിക്കുന്നത്, ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? കളിയാക്ക, എക്സസൈസ് ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് എക്സസൈസ് അതന്നെ, ഇങ്ങനെ കുനിയാ നൂര യോഗ അതന്നെ. പലരും ചോദിക്കുന്നു, എന്തിനാ ഉസ്താദ് ഈ എക്സസൈസ് ചെയ്യുന്ന, എന്തിനാ? പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പലരും ചോദിക്കുന്നു, നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? സ്വർഗവും നരകവും ഒക്കെ അവിടെ കിടക്കട്ടെ. എടാ, നിസ്കരിച്ച അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും മരിക്കുന്ന കാലം വരെ വീടിന്റെ അകത്ത് ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടാതെ ഭക്ഷണം കഴിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത്, പള്ളിയുടെ മുന്നിൽ പിരിവിനിരിക്കരുത്, സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കരുത്. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കുക. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ അവന്റെ കുടുംബത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. സാമ്പത്തികമായിട്ട് തകർന്നില്ലേ? സാമ്പത്തികമായി ഏകദേശം ഉള്ളവരൊക്കെ തകർന്നു. കടയിലൊന്നും പൈസയില്ല, കച്ചവടമൊന്നുമില്ല. ഇപ്പൊ അങ്ങോട്ട് മുതലാളിയും തൊഴിലാളിയും മുഖത്ത് നോക്കിയിരിക്കുക. നേരത്തേക്ക് മുതലാളി പോയിട്ട് പെട്ടി അങ്ങോട്ട് തുറക്കുമ്പോ 1000-ന്റെ 500-ന്റെയും 2000-ന്റെ ഒക്കെ തിളങ്ങണ നോട്ട്, എന്തൊരു പ്രകാശമാണെന്നറിയോ മുതലാളിയുടെ മുഖത്ത്. ഇപ്പൊ വൈകിട്ട് പോയിട്ട് അങ്ങോട്ട് തുറക്കും, പെട്ടി അങ്ങോട്ട് തുറന്നിട്ട് തൊഴിലാളിയുടെ മുഖത്ത് നോക്ക, എന്ത് പാടായി ഒന്നും ഇല്ലേടാ. എന്തേ കാരണം? ഉസ്താദെ, വെള്ളപ്പൊക്കം, നോട്ട് നിരോധനം, GST, കേന്ദ്രത്തിന്റെ ഭരണം, ഇതൊന്നുമല്ല കാരണം. ഉള്ള കാര്യം ഞാൻ പറയാം, നിന്റെ കയ്യിലിരിപ്പ് അതന്നെ എന്റെ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്ത മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ കൈവക്ക്. അള്ളാഹ് പറയാ, മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. നല്ലതുപോലെ പൊക്കിക്കോ, ഇല്ലേ പള്ളിയുടെ മുന്നിൽ പോണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എടാ, നിന്റെ പെണ്ണും പിള്ളയ്ക്ക് മക്കൾക്ക് തിന്നാൻ ചോറില്ലെങ്കിൽ എനിക്കെന്താ ഇവിടെ? നിനക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്ക്. അള്ളാഹു പറയുകയാ, കേട്ടോ, ഞാനല്ല അള്ളയാ പറഞ്ഞേ.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹ അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക്. അള്ളാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാ, അല്ലാഹു പറഞ്ഞേ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ അവസാന പേജ് എടുത്തിട്ട് ഈ ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അല്ലാഹു പറയുകയാ, നീയും നിന്റെ കുടുംബവും 5 വഖത്ത് നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുന്ന ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോട് അല്ലാഹുവാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്, സൂറത്തു ത്വാഹയാണ് പറയുന്നത്. വാപ്പാ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 വഖത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമെന്ന് പടച്ചുറപ്പാണ് പറയുന്നത്. ഒരിക്കലും നീ പേടിക്കണ്ട. ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും നിന്റെ വീടിന്റെ അകത്ത് പട്ടിണിയില്ല. സാക്ഷാൽ അംബാനിയുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഈ നാട്ടിലെ നിന്റെ കൂരയ്ക്കകത്ത് ഒരിക്കലും അന്നം മുടങ്ങൂല. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാ പോകണ്ട. രണ്ടാമത്തെ പ്രതിഫലമെന്താ? വല്ലാഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു ഓഫർ ചെയ്യുന്നത്, അല്ലാഹുവാണ് തരാമെന്ന് പറയുന്നത്. നല്ല മരണം വേണോടാ ചെറുപ്പക്കാരാ, നല്ല മരണം വേണോ വാപ്പാ? നിന്റെ ജീവിതത്തിലെ വലിയ ഒരു മോഹമല്ലോ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത കൊതിയല്ലോ. എങ്കിൽ അല്ലാഹു പറയുകയാ, ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. ആർക്കാണ് വേണ്ടത്? ഞാൻ തരാം. വല്ലാഖിബത്തു ലിത്തഖ്വാ. നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം തരാമെന്ന് പടച്ചുറപ്പ് ഓഫർ ചെയ്യുമ്പോ സഹോദരാ, നമസ്കരിക്കടാ. നിന്റെ ഭാര്യയെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കൂ. നിന്റെ കുടുംബം നമസ്കരിക്കുന്ന കുടുംബമാവൂ. നിന്റെ വീട് നിസ്കാരമുള്ള വീടാകൂ. അങ്ങനെ അല്ലാഹു മരിക്കുന്നത് വരെ നിനക്ക് ഭക്ഷണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഒരുപാട് നിസ്കാരം മുടക്കിയവരാണ്, ഒരുപാട് നിസ്കാരങ്ങൾ ജീവിതത്തിൽ കളഞ്ഞവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, 2020 കടന്നു വന്നു. പടച്ചവനെ, ഒരു കൊല്ലം കൂടെ കബറിലേക്ക് എടുത്തു, ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് എടുത്തു. നിന്റെ ആയുസിൽ നിന്ന് ഒരു കൊല്ലമാണ് പൊളിഞ്ഞു വീണത്. അതുകൊണ്ട് പടച്ചവനെ, ഇന്നലെ വരെ നടന്നതുപോലെയല്ല, ഇനിയൊരു പുതിയ ജീവിതമല്ലോ, ഇനിയൊരു പുതിയ ജീവിതമല്ലോ. ഒരു വയസ്സുകൂടെ നിനക്ക് കൂടിയല്ലോ, നിനക്ക് പക്വത വന്നല്ലോ, അല്ലാഹുവിലേക്ക് അടുക്കാൻ സമയമായല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ മാറ്റം വരുത്തൂ. നേരം അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു പോകൂ. അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിസ്കാരപ്പായിൽ നിന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. മുസ്ലിമീങ്ങൾ വല്ലാത്ത പേടിയിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും മൊബൈലിലൊക്കെ കണ്ടോ പട്ടിയെ തല്ലുന്നത് പോലെ അല്ലാഹുവേ, കണ്ടാ കണ്ണ് നിറഞ്ഞു പോകുന്ന രംഗങ്ങളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, 5 നേരം നിസ്കരിച്ചിട്ട് നിന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. അത് യുപിയിൽ കിടക്കുന്നവരാണെങ്കിലും, ഉത്തർപ്രദേശിൽ കിടക്കുന്നവരാണെങ്കിലും, ആസാമിൽ കിടക്കുന്നവരാണെങ്കിലും, അല്ലാഹുവേ കേരളത്തിൽ കിടക്കുന്നവരാണെങ്കിലും, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുസ്ലിമീങ്ങൾ കൂടെ
കൂടപ്പുകളാ. അതുകൊണ്ട് 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിരുന്നിട്ട് പടച്ചറപ്പിനോട് ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ സഹായം കിട്ടാ ദുആ ചെയ്യൂ. അല്ലാതെ പേപ്പർ നീ കൊണ്ടെന്ന് കരുതിയിട്ട് നീ രക്ഷപ്പെട്ടെന്ന് കരുതല്ലേ. രേഖകളുള്ളവൻ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. തന്റെ കൂടപ്പറപ്പ് ഒന്നുമില്ലാതെ പിടയുന്ന സമയത്ത് അവന്റെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഏറ്റവും വലിയ നഷ്ടവാളിനിയായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ട സമയമാണ്, നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന പ്രതിഷേധത്തിലോ എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമേ പങ്കെടുക്കാൻ മറക്കരുത്. ചെറുപ്പക്കാരാ, എത്രയോ കിലോമീറ്ററുകൾ വാഴ കേൾക്കാൻ ഓടി വരുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ നിന്റെ കൂടപ്പുറത്തിന്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് സഞ്ചരിക്കടാ. ഒരു വണ്ടി വിളിച്ചു പോമോര്, നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കൂ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാണല്ലോ. നന്മയ്ക്ക് കൂട്ടി നിൽക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് മുത്തല്യങ്ങളൊക്കെ ഇതിന്റെ പണ്ട് എല്ലാവരും കസേര പൊക്കി അക്കരെ ഇക്കരെ നിൽക്കാതെ ഇപ്പുറത്ത് ചാടിക്കുക. കസേര പൊക്കിക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാരും ഇങ്ങോട്ട് കയറിക്കുക. അൽഹംദുലില്ലാഹ്. കസേര എടുത്തോ, കസേര എടുക്കുക. ഇങ്ങോട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് വാ, ഇങ്ങോട്ട് വാ. ബിസ്മില്ലാ, എല്ലാരും വാ. അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് വാ, കയറിക്കോ. പതുക്കെ ചാടിക്കോ, വേലി ചാടിക്കോ. ജയിലിൽ കിടക്കണ്ടല്ലേ, വാ ചാട് ഇൻഷാ അല്ലാഹ്. വാ, എല്ലാം കയറി. അൽഹംദുലില്ലാഹ്. വാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എല്ലാം ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, ബഹുമാനായ മിത്തബയിൽ ജബ്ബാർ ഉസ്താദ്, ബഹുമാനായ ജബ്ബാർ ഉസ്താദിന്റെ സ്മരണികയാണ്. അള്ളാഹു ഇവിടുത്തെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് സംഘാടകർ ഈ ചെറിയ കസേര ഇട്ടിരിക്കുമ്പോ കസേര എടുത്തിട്ട് ഈ ചെറിയ ഒരു പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു 100 രൂപ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് വാങ്ങണം. അപ്പൊ ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞു. ഈ കസേര പറക്കിയിട്ട് ഇപ്പുറത്ത് വാചകാദിമാരെ അടുത്ത് നിന്നാ കുറച്ചു നേരം നിൽക്കേണ്ടി വരും. നിന്നാ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കസേര ഇട്ട് വാ. അൽഹംദുലില്ലാഹ്, വാ വാ, കസേര പറക്കി. കസേര പറക്കട്ടെ. സംഘാടകരെന്ത് ആ കസേര എന്ന് പറയിക്കേ പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്, മുത്തല്ലിങ്ങളൊക്കെ മക്കളെ കസേര പറക്കി ഇപ്പുറത്ത് പറഞ്ഞ മക്കളെ വാ വാ, ഞാൻ പിടിച്ചോളാം. ചങ്ങായിമാരെ ഇങ്ങോട്ട് കേറിയിരിക്കാനാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്താ നിക്കണേ? ആ പുറത്തേക്കണ ചങ്ങായിമാരെല്ലാം കേറി കസേര. സംഘാടകർ ആ കസേര ഒന്ന് പറക്കറോ ഇപ്പുറത്തേക്ക്. വാ, ഇങ്ങോട്ട് വാ ചങ്ങായിമാരെ. നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് വന്നില്ല. ഇങ്ങോട്ട് കയറിക്ക. കമ്പിക്ക് ഇപ്പുറത്തേക്ക് ചാട് മനുഷ്യന്മാരെ. അൽഹംദുലില്ലാഹ്, പുറത്ത് നിൽക്കണ സഹോദരങ്ങളൊക്കെ ഒന്നീ സ്വർഗത്തിൽ കയറ, അല്ലെങ്കിൽ വീട്ടിൽ പോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എല്ലാരും കേറ്. ഇങ്ങോട്ട് അടുത്ത ചങ്ങായി. ക്യാമറമാൻ എന്താ? ക്യാമറമാൻ ആരാ? ഈ സ്ക്രീനിന്റെ ക്യാമറമാൻ ആരാ? ആ ബാക്കിലെ സ്ക്രീൻ ഓഫ് ആക്കി. ആ ബാക്കിലെ സ്ക്രീൻ ഓഫ് ആക്കി ഇൻഷാ അല്ലാഹ്. ഇനി കാണേണ്ടവര് സ്വർഗത്തിൽ കയറി കാണും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറ് ചങ്ങായിമാരെ. ഇങ്ങോട്ട് കേറ്. കസേര ഉറക്ക. അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാത്തിനും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ആയത്ത്, ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു ആയത്ത് കേൾക്കേണ്ടവരൊക്കെ ഇങ്ങോട്ട് കയറി. അൽഹംദുലില്ലാഹ്, കേറിയിരിക്കും. വാപ്പമാരെല്ലാരും ഇങ്ങോട്ട് കേറിക്കോ. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന എന്നെ നല്ലതുപോലെ കാണാം. ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. ആ പുറകിൽ നിൽക്കണേ. അവിടെ സ്ക്രീൻ ഇപ്പൊ നിർത്തും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എല്ലാരും കേറിക്ക. അൽഹംദുലില്ലാഹ്, ഒരു 3 സ്വലാത്ത് പറ. അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ. പറ സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. ഇനി ഇരുന്നേ ഇൻഷാ അല്ലാഹ്, ഇരുന്നേ. ആ പുറകിൽ നിൽക്കണ എല്ലാ കാക്കാമാരും ഇങ്ങോട്ട് കേറ്. സംഘാടകർ ഉൾപ്പെടെ ആ ചങ്ങാതി ആ സൈഡിൽ നിൽക്കണ എല്ലാരും ആ നിൽക്കണ എല്ലാരും കേറോ. ഇതപ്പോ ഇരിക്കാൻ പറഞ്ഞാലും വയ്യ ചങ്ങായിമാർ. അൽഹംദുലില്ലാഹ്, അവിടെ നിൽക്കണ എല്ലാരും ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാഹ്, ഒരൊറ്റ ആയത്ത് ഇൻഷാ അല്ലാഹ്. ഈ പുറകിരിക്കണ ആൾക്കാരൊക്കെ കയറി ഫ്രണ്ടിലോട്ട് ഇരിക്കുമ്പോ സീറ്റിൽ നിങ്ങളും കയറിക്ക ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് എല്ലാ ഈ ഫ്രണ്ടിൽ കയറോ. നിങ്ങൾക്ക് ഉസ്താമാരല്ല, പുറകിരിക്കണ ചങ്ങായിമാര് കസേര ഇരുന്ന ഉസ്താ. അങ്ങനല്ല, ഈ പുറകിലിരിക്കുന്നവര് കയറി ഫ്രണ്ടിൽ കസേര ഇരുന്ന്.
എല്ലാരും ഫ്രണ്ടിൽ കയറിക്കോ. അൽഹംദുലില്ലാ, കയറിയിരിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇരിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഇരിക്കുക. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി. ഇരുന്നോളി. നിങ്ങൾ നിന്ന ഒരു 15 മിനിറ്റ് നിൽക്കേണ്ടി വരും. 15 മിനിറ്റ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇരുന്നോ എല്ലാവരും ഇൻഷാ അല്ലാഹ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ചെറുപ്പക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഒരു ആവശ്യത്തിന്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടു. ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ നടന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ആ സഹാബിയുടെ ഭാര്യ കുളിച്ചുകൊണ്ട് നിൽക്കുക. ആ സഹാബിയുടെ ഭാര്യ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ ഒന്ന് നോക്കി. ഒരു വട്ടം ഇങ്ങനെ നോക്കി. അല്ലാഹുവേ, പെട്ടെന്ന് കണ്ണങ്ങ് താഴ്ത്തി. ഒന്ന് പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്ന് നോക്കി, കണ്ണ് താഴ്ത്തി. പിന്നെയും നോക്കി. രണ്ടാമതൊരു വട്ടം കൂടെ. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ കണ്ണെടുത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ നോക്കി. അല്ലാഹുവേ പടച്ചവനെ, പെട്ടെന്ന് ആ ചെറുപ്പക്കാരന് അള്ളാനെ ഓർമ്മ വന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, എന്നെ മുത്ത് നബി പറഞ്ഞു വിട്ടതാ, എന്നെ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു വിട്ടതാ. അള്ളാഹുവേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് രണ്ടാമതൊരു വട്ടം ഒരു പെണ്ണിനെ നോക്കിപ്പോയല്ലോ. ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ തമ്പുരാനെ. എന്റെ ജീവിതത്തിൽ പാപം ചെയ്തു പോയല്ലോ തമ്പുരാനെ. അള്ളാഹുവേ, ആദാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ ഇനി എങ്ങനെ പോകും? ഞാൻ എന്റെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുപോയല്ലോ. അല്ലാഹുവേ, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇനി മുത്തുനബിയുടെ മുന്നിൽ പോകാൻ എനിക്ക് ധൈര്യമില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ അതാ ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അതാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. അതാ ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു. ഒരുപാട് ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പിന്നെ ഒരാളും കണ്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തിലേക്ക് ഓടുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ തമ്പുരാനെ. അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ, ഇന്ന ഹാരിബ മിൻ ഉമ്മത്തി, ഇന്ന ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ നരകത്തെ പേടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ഇടയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന സഅലബയുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. 40 ദിവസമായിട്ട് പർവ്വതത്തിന്റെ ഉള്ളറകളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് സഅലബാനെ ഓർമ്മ വന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ ഓർമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും 2 സ്വഹാബികളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ
വിളിച്ചു. എന്നിട്ട് പറയുന്നു സ്വഹാബ, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാനിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം സ്വഹാബ. എവിടെയാണെങ്കിലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു. അതാ മഹാനായ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും അതാ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അല്ലാഹുവേ കാണാൻ കഴിഞ്ഞില്ല. അവസാനം രണ്ടുപേരും സൂര്യൻ അസ്തമിക്കുന്ന സമയം ഇങ്ങനെ അടുത്തു വരുമ്പോ അതാ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ഒരു അതാ ആട്ടിടയനായ മനുഷ്യനുണ്ടല്ലോ. ഞങ്ങൾ അവിടെ നീ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ പറയുന്നു, ഉമറേ, നരകത്തെ പേടിച്ച് നിലവിളിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണോ? മുടിയെല്ലാം നരച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണോ? എല്ലാ ദിവസവും പാതിരാത്രിയായ വൈകുന്നേര സമയമായ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ മണ്ണിൽ കിടന്ന് ഉരുളുകയാ. ഇവിടെ വന്ന് നിലവിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. റുഫാഖ എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമർതങ്ങളും സൽമാനുതങ്ങളും ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. വൈകുന്നേര സമയമായി രാത്രിയായപ്പോ പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. മുടിയെല്ലാം ചടപിടിച്ചിട്ടുണ്ട്, വസ്ത്രമെല്ലാം കീറി പറഞ്ഞിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിൽ വന്ന് കിടക്കുകയാണ്. മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. മണല് വാരിയിട്ട് ശരീരത്തിലിടുകയാ. എന്നിട്ട് നിലവിളിക്കുന്നു, അല്ലാഹ്, മരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാണല്ലാ, മരിച്ചാ മതിയായിരുന്നു തമ്പുരാനെ, എന്റെ റൂഹ് പിടിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു തമ്പുരാനെ. ഞാൻ വ്യഭിചാരിയാണല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ.